ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ LDC, കമ്പനി ബോർഡ് LGS, അതുപോലെ BFO, APO, CEO വരുന്ന 10th പ്രിലിംസ്, ഇനി വരാനിരിക്കുന്ന ഏതൊരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും പഠിക്കാനായിട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിലൂടെ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടക്കക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്റ്റഡി പ്ലാനിനെ കുറിച്ച് അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റഡി പ്ലാൻ, അതുപോലെ തന്നെ ക്ലാസ് 1, ക്ലാസ് 2 എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർ ആയിട്ട് കൃത്യം ഓർഡറിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് നമ്മൾ ഏതൊക്കെ ദിവസങ്ങളിൽ എങ്ങനെയെല്ലാമാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഞാനൊന്ന് പറയാം. തിങ്കൾ മുതൽ വെള്ളി വരെ നമുക്ക് 2 ക്ലാസ് ആണ്. കാലത്ത് 12 മണിക്ക് നമ്മൾ SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നൽകുന്നത്. ഓൾഡ് SCRT അതുപോലെ ന്യൂ SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പൊ നൽകി വരുന്നത്. രാത്രി 8 മണിക്ക് നമ്മുടെ PYQ ഡിസ്കഷൻ സെഷൻ ആണ്. PYQ എന്ന് പറയുമ്പോൾ ചുമ്മാ അവിടുന്ന് ഇവിടുന്ന് കുറെ ചോദ്യങ്ങൾ എടുത്തിട്ടല്ല നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷകളിലെ ഓരോ ചോദ്യ പേപ്പറും നമ്മൾ എടുത്തിട്ട് അതിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള GK പോർഷൻസ്, അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ചോദ്യ പേപ്പർ ആയിട്ട് ഇപ്പൊ ഏകദേശം 4ഓളം ചോദ്യ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ചോദ്യ പേപ്പർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു. ഇനി ഈ ചോദ്യ പേപ്പർ എല്ലാം കഴിയുന്ന സമയത്ത് അതിൽ നിന്നും PSCയുടെ ഹോട്ട് ടോപ്പിക്സ് നമ്മൾ കണ്ടെത്തുന്നു. നമ്മൾ ഒരുമിച്ചാണ് അല്ലെ റിലേറ്റഡ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യുന്നു. എല്ലാ ചോദ്യ പേപ്പറിലും ആവർത്തിച്ച് വന്നിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് കണ്ടെത്തുന്നു. എന്നിട്ട് അതിന്റെ ക്ലാസ്സുകൾ നമ്മൾ പിന്നീട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കൂടാതെ സാറ്റർഡേ, സൺഡേ, ശനിയും ഞായറും ദിവസങ്ങളിൽ നമ്മൾ ഇപ്പൊ കമ്പനി ബോർഡ് LGSന് വേണ്ടെങ്കിൽ കൂടി ബാക്കിയുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ബെവ്കോ LDC വരുന്ന ബാക്കിയുള്ള പരീക്ഷകൾക്കൊക്കെ എന്ത് വേണം? ഇംഗ്ലീഷും മലയാളവും വേണം. മാത്സ് ആണെങ്കിൽ ഇനി വരുന്ന ഏത് പരീക്ഷയ്ക്കാണെങ്കിലും മാത്സും വേണം അല്ലെ. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ശനിയും ഞായറും ദിവസങ്ങളിൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ് ഇതിന്റെ ക്ലാസ്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. കറണ്ട് അഫയേഴ്സ് സെഷൻ എടുക്കുന്നത് ഞാനല്ല, അർച്ചന മിസ് ആണ്. രാത്രി 8 മണിക്ക് ഞായറാഴ്ചകളിൽ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നൽകി വരുന്നത്. എല്ലാ സൺഡേയും നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉണ്ട്. ബാക്കി ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന്റെ ക്ലാസ്സുകൾ കൂടി നമ്മൾ റെക്കോർഡഡ് സെഷൻ ആയിട്ട് ഞാൻ ഓൾറെഡി എടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ്. പക്ഷെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തുടക്കക്കാർക്ക് പോലും, ഒട്ടും അറിയാത്തവർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ ആ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശനി, ഞായർ ദിവസങ്ങളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുവരെയും നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ജോയിൻ ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഫ്രീ ക്ലാസ് ആണ്. യൂട്യൂബിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം നൽകുന്നത്. അപ്പൊ കൃത്യമായിട്ടുള്ള ഓർഡറിൽ നിങ്ങൾക്ക് പഠിച്ചു വരണം എന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണേ. PYQ ഡിസ്കഷൻ സെഷന് നമ്മൾ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ SCRT സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലാസ് എത്രയാണ് നമ്പർ, അതുപോലെ SCRTയുടെ എത്രാമത്തെ ക്ലാസ് ആണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന്റെ എത്രാമത്തെ ക്ലാസ് ആണ്, എല്ലാം ക്ലാസ് നമ്പർ മെൻഷൻ ചെയ്ത് നമ്മൾ ടെലിഗ്രാമിലാണ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ടെലിഗ്രാമിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസ് എന്തുണ്ടെങ്കിലും താഴെ കമന്റ് ആയിട്ട് അറിയിക്കാം. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാത്സിൽ ഇരട്ട സംഖ്യകളാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? എണ്ണൽ സംഖ്യകൾ. അതെല്ലാവരും പഠിച്ച് റിവിഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നോട്ട്ബുക്കും പെന്നും കയ്യിലുണ്ടല്ലോ, നോട്ട് തയ്യാറാക്കിയിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ ഇരട്ട സംഖ്യകൾ എന്താണ്? ഇരട്ട സംഖ്യകൾ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ് അല്ലേ. 2 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇരട്ട സംഖ്യകൾ. 2 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ വരുന്നേ? 2 വരും, 4, 6, 8, 10 ഇങ്ങനെ തുടങ്ങുന്ന സംഖ്യകളെയാണ് നമ്മൾ ഇരട്ട സംഖ്യകൾ എന്ന് പറയാം. 2 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾ. അപ്പൊ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ ഏതാ? ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ എഴുതാന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എഴുതുന്ന സംഖ്യ ഏതാ? 2. അപ്പൊ ആദ്യം എഴുതുന്ന സംഖ്യയായ 2 ആയിരിക്കും ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ഇരട്ട സംഖ്യ ഏതാ? ഏറ്റവും വലിയ ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22 എന്നും പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലെ. അതിനൊരു അവസാനം ഉണ്ടോ?
ഇല്ല. എത്ര വേണേലും നമുക്കിങ്ങനെ എണ്ണി പോകാം അല്ലെ. അപ്പോൾ ഏറ്റവും വലിയ ഇരട്ട സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണൽ സംഖ്യയുടെ കേസ് പറഞ്ഞതുപോലെ തന്നെ അത് അനന്തമാണ്, നമുക്ക് പറയാൻ സാധിക്കില്ല. അതായത് ഇൻഫിനിറ്റി ആണെന്ന് നമുക്ക് പറയാം. അനന്തമാണ്, വലിയ ഇരട്ട സംഖ്യ പറയാൻ പറ്റില്ല. ചെറിയ ഇരട്ട സംഖ്യ 2. ഓക്കെ, ഇനി നമുക്ക് ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷനും കൂടെ പഠിക്കണം. അപ്പൊ ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ ആണ് n ഇൻറ്റു n പ്ലസ് 1. എല്ലാ ഇക്വേഷനും കൂടെ കൺഫ്യൂഷൻ ആവരുത്. എണ്ണൽ സംഖ്യകളുടെ ഇക്വേഷൻ പഠിച്ചപ്പോൾ നമ്മൾ എന്താ പഠിച്ചേ? n ഇൻറ്റു n പ്ലസ് 1/2 എന്ന് പഠിച്ചു. ആ 2 ഇല്ലെങ്കിൽ ഇപ്പൊ ഇരട്ട സംഖ്യകളുടെ തുകയായി n ഇൻറ്റു n പ്ലസ് 1 എന്ന് മാത്രമായെങ്കിൽ എന്തായി? ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷനായി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബേസ് ആയിട്ട് അറിയേണ്ടുള്ളൂ. എന്താണ് ഇരട്ട സംഖ്യകൾ? 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ. ഏതാണ് ഇതിന് എക്സാമ്പിൾ? 2, 4, 6, 8, 10 തുടങ്ങുന്ന സംഖ്യകൾ. ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ 2, ഏറ്റവും വലിയ ഇരട്ട സംഖ്യ ഇൻഫിനിറ്റി. ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താ? n ഇൻറ്റു n പ്ലസ് 1. ഇത്രയും കിട്ടിയില്ലേ? ഇനി നമുക്ക് ഈസി ആയിട്ട് ചോദ്യങ്ങൾ ചെയ്യാം. അപ്പൊ PSC പരീക്ഷയ്ക്ക് ഒരു 4-5 ടൈപ്പിലാണ് ഇരട്ട സംഖ്യകളുടെ ഭാഗത്ത് നിന്ന് ചോദ്യം വരാം. അപ്പൊ അതിൽ ആദ്യത്തെ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് 2, 4, 6, 8 തുടങ്ങി 80 വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട്? 2, 4, 6, 8 തുടങ്ങി 80 വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട്? അപ്പോൾ 80 വരെയല്ലേ, അപ്പോൾ 80 ഇരട്ട സംഖ്യകൾ ഉണ്ടാവും അല്ലേ? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. എന്നാൽ അങ്ങനെയല്ല. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 2, 4, 6, 8, 10. ഈ 10 വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട്? നിങ്ങളൊന്ന് എണ്ണി നോക്കിക്കേ. 1, 2, 3, 4, 5. 10 വരെ 5 ഇരട്ട സംഖ്യ. ഒരു എക്സാമ്പിളും കൂടെ എഴുതാം. 2, 4, 6, 8, 10, 12, 14, 16, 18, 20. 20 വരെ എത്ര ഇരട്ട സംഖ്യ ഉണ്ട് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 20 വരെ നോക്കിയപ്പോൾ നമുക്ക് 10 ഇരട്ട സംഖ്യകളുണ്ട് അല്ലേ? അപ്പോൾ 10 വരെ നമ്മൾ നോക്കിയപ്പോൾ 5 ഇരട്ട സംഖ്യ. 20 വരെ നോക്കിയപ്പോൾ 10 ഇരട്ട സംഖ്യ. എന്താ പ്രത്യേകത? 10 വരെ 10ന്റെ പകുതി 5, 20 വരെയാണെങ്കിൽ 20ന്റെ പകുതി 10. അത്രയും ഇരട്ട സംഖ്യകളുണ്ട്. അങ്ങനെയാണെങ്കിൽ 80 വരെ എത്ര ഇരട്ട സംഖ്യ ഉണ്ടാവും? 10 വരെ 10ന്റെ പകുതി, 20 വരെ 20ന്റെ പകുതി. അങ്ങനെയാണെങ്കിൽ 80 വരെ 80ന്റെ പകുതി 40 ഇരട്ട സംഖ്യകൾ. അപ്പൊ എന്നിന്റെ വാല്യൂ എത്രയാ? 40. ഓക്കെ, അപ്പൊ 40 ഇരട്ട സംഖ്യകളാണ് ഉള്ളത്. മനസ്സിലായല്ലോ? 2 മുതൽ 80 വരെ എന്ന് പറഞ്ഞാൽ ഏത് വരെയാണോ തന്നിരിക്കുന്നത് അതിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇരട്ട സംഖ്യകളുടെ എണ്ണമായി. ഓക്കെ, അപ്പൊ 80 വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട്? 40. 50 വരെയാണെങ്കിലോ 2, 4, 6, 8 തുടങ്ങി 50 വരെയാണെങ്കിൽ എത്ര ഇരട്ട സംഖ്യ? 50 വരെയാണെങ്കിൽ 50ന്റെ പകുതി 25. ഇനി 100 വരെയാണെങ്കിൽ എത്രയാണ്? 100ന്റെ പകുതി 50. ഓക്കെ, യെസ്. ഇനി ഒരു ചോദ്യം കൂടെ അതേപോലെ 2, 4, 6, 8 തുടങ്ങി 72 വരെ എത്ര ഇരട്ട സംഖ്യ? 72 വരെ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? 72ന്റെ പകുതി. 72ന്റെ പകുതി എത്രയാ? 36. 36 ഇരട്ട സംഖ്യയാണ് ഉണ്ടാവുക. ഇത്രയേ ഉള്ളൂ. അപ്പൊ 2, 4, 6, 8 തുടങ്ങി ഇത്ര വരെ എത്ര ഇരട്ട സംഖ്യ ഉണ്ടെന്ന് ചോദിച്ചാൽ ഏത് വരെയാണോ തന്നിരിക്കുന്നത് അതിന്റെ പകുതി എടുത്താൽ നമ്മുടെ ആൻസർ ആയി. 100 ആണെങ്കിൽ 100ന്റെ പകുതി 50, 50 ആണെങ്കിൽ 50ന്റെ പകുതി 25, 14 ആണെങ്കിൽ 14ന്റെ പകുതി 7. മനസ്സിലായല്ലോ? യെസ്. അടുത്ത ചോദ്യം രണ്ടാമത്തെ ടൈപ്പ് ചോദ്യമാണ്. ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ തുക. ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ നമ്മൾ തുക കാണാനുള്ള ഇക്വേഷൻ ആദ്യം പറഞ്ഞല്ലോ. എന്താണ് ഇക്വേഷൻ? n ഇൻറ്റു n പ്ലസ് 1. n ഇൻറ്റു n പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുകയായി അല്ലേ? അപ്പൊ n എന്ന് പറയുന്നത് എത്രയാ? n എന്ന് പറയുന്നത് എന്താ? ഇരട്ട സംഖ്യകളുടെ എണ്ണം. ഇരട്ട സംഖ്യകളുടെ എണ്ണം ഇവിടെ തന്നിട്ടുണ്ട് 50. അപ്പൊ n-ന്റെ വാല്യൂ 50 ആണ്. അത് നമുക്ക് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ നമ്മുടെ ആൻസർ ആയി. അപ്പൊ ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ n = 50 ആണ്. അപ്പൊ 50 ഇൻറ്റു 50 പ്ലസ് 1 അല്ലെ? 50 പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. അപ്പൊ 50 ഇൻറ്റു 50 പ്ലസ് 1 എത്രയാ? 51. അപ്പൊ 50 ഇൻറ്റു 51 എങ്ങനെ ചെയ്യാം? ഇത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഗുണിക്കാൻ പറ്റും അല്ലെ? ഈ 50 ഇൻറ്റു 51, ഈ 51നെ നമുക്ക് 50 പ്ലസ് 1 എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈസി ആയിട്ട് നമുക്ക് ഗുണിക്കാം. 50നെ 50 കൊണ്ട് ഗുണിക്കാം. ഈസി ആയിട്ട് എങ്ങനെ ഗുണിക്കാം? നമുക്ക് ഇവിടെയും 0 ആണ്. അപ്പൊ ഈസി ആയിട്ട് ഗുണിക്കാനായിട്ട് 5നെ 5 കൊണ്ട് ഗുണിക്കുക. എത്രയാ? 25. എന്നിട്ട് ഈ 2 0 ഇട്ട് കൊടുത്താൽ മതി. 50-ൽ ഒരു 0, ഇവിടുത്തെ 50-ൽ ഒരു 0. അപ്പൊ 2500 പ്ലസ് എന്ത് ചെയ്താൽ മതി? 50നെ 1 കൊണ്ട്. 50നെ 1 കൊണ്ട് ഗുണിക്കുമ്പോൾ 50 തന്നെ കിട്ടും. അപ്പൊ 2500-ഉം 50-ഉം കൂടെ കൂട്ടി എത്രയാ?
2550 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 50നെ 51 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടും? 2550 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ തുക. ഓക്കെ, ഒരു ചോദ്യം കൂടെ നമുക്ക് അതുപോലെ ചെയ്യാം. ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ തുക. ആദ്യത്തെ 30 ഇരട്ട സംഖ്യകൾ. 30 എന്ന് പറയുമ്പോൾ n എത്രയായി? 30. അപ്പൊ തുക കാണാനുള്ള ഇക്വേഷൻ n ഇൻറ്റു n പ്ലസ് 1. അപ്പൊ 30 ഇൻറ്റു 30 പ്ലസ് 1 എത്രയാ? 31. 30 ഇൻറ്റു 31 എന്ന് പറയുന്നത് എത്രയാണ്? 30നെ 30 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 900 എന്ന് കിട്ടും അല്ലെ. 30 ഇൻറ്റു 30. അപ്പൊ 3 3 9, 2 0 ഇട്ട് കൊടുക്കാം. 30 ഇൻറ്റു 30 900 പ്ലസ് 30 ഇൻറ്റു 1 എത്രയാ? 30. അപ്പൊ 900 പ്ലസ് 30 എത്രയാ? 930 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഈസി ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഗുണിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ തുക എത്രയാ? 930. n ഇൻറ്റു n പ്ലസ് 1 എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ടൈപ്പ് കിട്ടിയല്ലോ. ഇനി മൂന്നാമത്തെ ടൈപ്പ്. മൂന്നാമത്തെ ടൈപ്പ് പറയുന്നത് 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് ഇവിടെ എക്സിട്ര പ്ലസ് 80, അതായത് 2 മുതൽ 80 വരെയുള്ള ഇരട്ട സംഖ്യകൾ കൂട്ടിയാൽ എത്ര കിട്ടും? ഇരട്ട സംഖ്യകളുടെ തുകയാണ്. 2 മുതൽ 80 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. നമുക്ക് തുക കാണാനുള്ള ഇക്വേഷൻ ആകെ അറിയുന്നത് n ഇൻറ്റു n പ്ലസ് 1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ്. ഇവിടെ n അറിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. n ഇൻറ്റു n പ്ലസ് 1. n എന്ന് പറഞ്ഞാൽ എന്താ? ഇരട്ട സംഖ്യകളുടെ എണ്ണം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 മുതൽ 80 വരെയുള്ള ഇരട്ട സംഖ്യകൾ കൂട്ടിയാൽ കിട്ടുന്ന തുകയാണ്. അപ്പൊ അവിടെ n കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നേരത്തെ നമ്മൾ ചെയ്തില്ലേ, 2 മുതൽ 80 വരെ എത്ര ഇരട്ട സംഖ്യകൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് n കിട്ടും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലോട്ട് എത്താലോ. അപ്പൊ 2 മുതൽ 80 വരെ എത്ര ഇരട്ട സംഖ്യകളാ? തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞോളൂ. 2 മുതൽ 80 വരെ എന്ന് പറയുമ്പോൾ 80ന്റെ പകുതി എടുത്താൽ മതി. അപ്പൊ 80ന്റെ പകുതി എത്രയാ? 40. അപ്പൊ എന്നിന്റെ വില നമുക്ക് എത്ര കിട്ടി? 40 ആണ്. എന്നിന് 80 എന്ന് കൊടുക്കരുത്. 2 മുതൽ 80 വരെ ആണ് എന്ന് പറഞ്ഞ് 80 എന്ന് കൊടുക്കരുത്, അങ്ങനെയാണെങ്കിൽ തെറ്റിപ്പോകും. 2 മുതൽ 80 വരെ എത്ര ഇരട്ട സംഖ്യകളെ ഉണ്ടാവുള്ളൂ? 80ന്റെ പകുതിയായ 40. അപ്പൊ എന്നിന്റെ വാല്യൂ എത്രയാ? 40. ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. n ഇൻറ്റു n പ്ലസ് 1 എന്ന് പറയുമ്പോൾ 40 ഇൻറ്റു 41 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നേരത്തെ ചെയ്തതുപോലെ നിങ്ങൾക്ക് നോക്കാം. 40നെ ഇവിടെ 41 എന്ന് പറയുമ്പോൾ 40 പ്ലസ് 1 ആണ് അല്ലേ. അപ്പം 40 ഇൻറ്റു 40 എത്രയാ? 40 ഇൻറ്റു 40 ചെയ്യാനായിട്ട് 4 4 16. ഈ 0 എടുത്തെഴുതുക, 2 0. അപ്പം 1600 പ്ലസ് 40 ഇൻറ്റു ബാക്കി 1 ഉണ്ട്. അപ്പം 40 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 40. അപ്പം 1600ഉം 40ഉം കൂടെ കൂട്ടിയാൽ 1640 എന്ന് നമുക്ക് ആൻസർ കിട്ടി. 2 മുതൽ 80 വരെയുള്ള ഇരട്ട സംഖ്യകൾ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1640. അപ്പൊ ഇവിടെ n എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് മാത്രമാണ് ഇവിടെ തെറ്റാതിരിക്കേണ്ടത്. ബാക്കി നമുക്ക് ആൻസർ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് 80 വരെയാണ്. അപ്പൊ 80 വരെ 80ന്റെ പകുതിയായ 40 ഇരട്ട സംഖ്യകൾ ഉണ്ടാവും. അപ്പൊ n ഈസ് ഈക്വൽ ടു 40. അങ്ങനെ എടുത്താൽ നമ്മുടെ ആൻസർ n ഇൻറ്റു n പ്ലസ് 1ലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു, 1640. ഒരു ചോദ്യം കൂടെ ഇതുപോലെ ചെയ്യാം. നോക്കിക്കേ, 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് 100 വരെയുള്ള സംഖ്യകൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന തുകയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? n ഇൻറ്റു n പ്ലസ് 1 എന്ന് പറയുന്ന ഇക്വേഷൻ ചെയ്യണം. എന്നിൻ്റെ വില നമുക്കറിയോ? ഇല്ല, കണ്ടുപിടിക്കണം. 2 4 6 പ്ലസ് 100. ഇപ്പോൾ 2 തുടങ്ങി 100 വരെ എത്ര ഇരട്ട സംഖ്യകൾ ഉണ്ടായിരിക്കും? 100 വരെയാണ്. 100 വരെ എന്ന് പറയുമ്പോൾ 100ന്റെ പകുതി അല്ലേ. അപ്പൊ n എന്ന് പറയുന്നത് 100ന്റെ പകുതി 50 ആയിരിക്കും. അങ്ങനെ ആവുമ്പോൾ n ഇൻറ്റു n പ്ലസ് 1 ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എന്നിന്റെ സ്ഥാനത്ത് 50 ഇട്ട് കൊടുക്കുക. അപ്പൊ 50 ഇൻറ്റു 51 നമ്മൾ നേരത്തെ ചെയ്തു. 50 ഇൻറ്റു 51 ചെയ്താൽ 2550 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഈ n കണ്ടുപിടിക്കുന്നത് കൃത്യമായിട്ട് കണ്ടുപിടിക്കണം എന്ന് മാത്രം. 2ൽ തുടങ്ങി 100 വരെയാണ്. അപ്പൊ 100 വരെ എന്ന് പറയുമ്പോൾ എത്ര ഇരട്ട സംഖ്യകൾ? അതിന്റെ പകുതി ഇരട്ട സംഖ്യകളാണ് വരിക. ഓക്കെ, അടുത്ത 4ാമത്തെ ടൈപ്പ് 50 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക. 50 വരെയുള്ള ഇരട്ട സംഖ്യകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ പ്രത്യേകത? 50 വരെയുള്ള ഇരട്ട സംഖ്യകളാണ്. അപ്പൊ n ഇൻറ്റു n പ്ലസ് 1 എന്നും പറഞ്ഞിട്ട് എന്നിന് 50 കൊടുക്കാൻ പറ്റുമോ? ഇല്ല. 50 വരെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2 തുടങ്ങി 4 തുടങ്ങി 6 8 ഇങ്ങനെ പോയിട്ട് 50 വരെ ഇത്രയും ഇരട്ട സംഖ്യകളുണ്ട്. എത്ര ഇരട്ട സംഖ്യകൾ? 2 4 6 8 തുടങ്ങി 50 വരെയുള്ള ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ എത്ര ഇരട്ട സംഖ്യകൾ ഉണ്ടാവും? 50ന്റെ പകുതി അല്ലേ.
അപ്പൊ 50ന്റെ പകുതിയായ 25 ഇരട്ട സംഖ്യകളാണ് ഉണ്ടാവുക. അപ്പൊ n ഈസ് ഈക്വൽ ടു 25 അപ്പൊ 50 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക, 50 വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട്? 25 ഇരട്ട സംഖ്യകൾ. അപ്പൊ 25 ഇരട്ട സംഖ്യകളുടെ തുകയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ n ഈസ് ഈക്വൽ ടു 25. അങ്ങനെയാണെങ്കിൽ n ഇൻറ്റു n പ്ലസ് 1 എന്ന് പറയുന്നത് എത്രയാ? 25 ഇൻറ്റു 25 പ്ലസ് 1, അതായത് 26. 25 ഇൻറ്റു 26 എന്ന് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ 650 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ 50 വരെയുള്ള ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ 50 വരെ 2, 4, 6 തുടങ്ങി 50 വരെ എത്ര ഇരട്ട സംഖ്യ ഉണ്ട്? 50ന്റെ പകുതി 25 ഇരട്ട സംഖ്യ. സംഖ്യകളുടെ തുക കാണാൻ n ഇൻറ്റു n പ്ലസ് 1 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 650 എന്ന ആൻസർ കിട്ടി. ഓക്കെ അല്ലേ? ഇതേപോലെ ഒരു ചോദ്യം കൂടെ ചെയ്യാം. 100 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക. 100 വരെയുള്ള ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? 100 വരെ എന്ന് പറയുന്ന സമയത്ത് 2, 4, 6, 8 തുടങ്ങി 100 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 100 വരെ എത്ര ഇരട്ട സംഖ്യകൾ ഉണ്ടാവും? 100ന്റെ പകുതിയായ 50. അങ്ങനെയാണെങ്കിൽ തുക കാണാനുള്ള ഇക്വേഷൻ n ഇൻറ്റു n പ്ലസ് 1. അപ്പൊ ഇവിടെ 50 ഇൻറ്റു 50 പ്ലസ് 1 എത്രയാ? 51 അല്ലേ? അപ്പൊ 2550 എന്ന് നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ 100 വരെ അല്ലെങ്കിൽ 50 വരെ 80 വരെ ഇരട്ട സംഖ്യകളുടെ തുക ചോദിച്ചാൽ ആ വരെ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കും n വരിക. അത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? തുക കാണാൻ പഠിച്ചു. അടുത്തത് ഇനി 5ാമത്തെ ടൈപ്പ്. ഇനി ചോദിക്കുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണ് 156? ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണ് 156 എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണെന്ന് പറയുമ്പോൾ നമുക്ക് n ആണ് കണ്ടുപിടിക്കേണ്ടത്. തുക നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ തുക കാണാനുള്ള ഇക്വേഷൻ എന്താ? n ഇൻറ്റു n പ്ലസ് 1. ഇത് നമുക്ക് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 156 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് 10, 11, 12, 13 ഇങ്ങനെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ ഓപ്ഷൻസ് ഇവിടെ എഴുതാൻ കാരണം ഇത് നമുക്ക് ശരിക്കും ചെയ്യുവാണെങ്കിൽ n-നെ n കൊണ്ട് ഗുണിച്ച് n² പ്ലസ് n എന്നൊക്കെ പറഞ്ഞ് സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആക്കി അതിൽ നിന്ന് നമുക്ക് n-ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അത് ഒരുപാട് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഓപ്ഷൻസ് എന്തായാലും PSCക്ക് 4 ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷൻ വെച്ച് തന്നെ ഇതിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചു തന്നത്. അപ്പൊ ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണ് 156. n ഇൻറ്റു n പ്ലസ് 1 എന്ന് പറയുന്നത് 156 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ n-ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളൊന്ന് നോക്കിക്കേ. n ഇൻറ്റു n പ്ലസ് 1 എന്ന് വിചാരിച്ചോ. അതായത് ഇപ്പോൾ n 2 ആണെങ്കിൽ ഈ പറയുന്ന n പ്ലസ് 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ആയിരിക്കും അല്ലേ? അടുത്തത് n എന്ന് പറയുന്നത് 8 ആണെങ്കിൽ n പ്ലസ് 1 എന്ന് പറയുന്നത് 9 ആയിരിക്കും. അത് രണ്ടും കൂടെ ഗുണിക്കുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടണം? 156 കിട്ടണം. അപ്പൊ അടുത്തടുത്ത് കിടക്കുന്ന ഏതൊക്കെ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലാണ് 156 കിട്ടുന്നതെന്ന് നോക്കിയാൽ മതി. ഇവിടെ 10 ഉണ്ട്. 10ന്റെ അടുത്ത് കിടക്കുന്ന നമ്പർ ഏതാ? n ഈസ് ഈക്വൽ ടു 10 നമ്മൾ കൊടുത്താൽ n പ്ലസ് 1 എന്ന് പറയുന്നത് 11. 10ഉം 11ഉം കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 110 കിട്ടുക അല്ലേ? അപ്പൊ അത് വരില്ല അല്ലേ? അപ്പൊ ഇത് നമുക്ക് വേണ്ട. അടുത്ത 11. 11ന് നമ്മൾ n എന്ന് പറയുന്നത് 11 ഇട്ട് കൊടുത്ത് നോക്കിക്കേ. അപ്പൊ n പ്ലസ് 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 12. അപ്പൊ 11 ഇൻറ്റു 12 നമ്മൾ ചെയ്താലും നമുക്ക് 156 കിട്ടില്ല. അടുത്തത് 12. 12 നമ്മൾ ഇട്ട് കൊടുത്ത് നോക്കാം. n ഈസ് ഈക്വൽ ടു 12 ഇട്ട് കൊടുത്ത് നോക്കിയാൽ n പ്ലസ് 1 എന്ന് പറയുന്നത് എത്രയാ? 13 ആയിരിക്കും. 12ന്റെ കൂടെ 1 കൂട്ടുന്നത്. അപ്പൊ 12 ഇൻറ്റു 13 നമ്മളൊന്ന് ചെയ്തു നോക്കുകയാണെങ്കിലോ 3 2 6, 1 3 3, 1 2 2, 1 1 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 156 എന്ന് കിട്ടി അല്ലേ? അപ്പൊ അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 156 കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ n-ന്റെ വാല്യൂ എത്രയാണ്? C ആണ് നമ്മുടെ ആൻസർ. n ഈസ് ഈക്വൽ ടു 12 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ 12 ഇൻറ്റു 12 പ്ലസ് 1 13 സമം 156 എന്ന് കിട്ടുന്നുണ്ട്. കണ്ടോ? അപ്പൊ n-ന്റെ വാല്യൂ എത്ര കിട്ടി? 12 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഓപ്ഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യമാണ് ഇത്. ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണ് 156 എന്ന് ചോദിക്കുമ്പോൾ n ഇൻറ്റു n പ്ലസ് 1 ഈസ് ഈക്വൽ ടു 156. അതായത് ഏത് രണ്ട് അടുത്തടുത്ത് കിടക്കുന്ന സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് 156 കിട്ടുന്നു നോക്കിയാൽ മതി. അത് ഓപ്ഷൻസ് വെച്ച് ചെയ്ത് നോക്കിയാൽ മതി, പെട്ടെന്ന് കിട്ടിക്കോളും. ഓക്കെ. അപ്പോൾ ഒരു ചോദ്യം കൂടെ ഇതുപോലെ ചെയ്യാം. ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണ് 56? നേരത്തെ നമ്മൾ 156 ചെയ്തത്. ഇപ്പൊ 56 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 56 ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ എ 7, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ സി 9, ഓപ്ഷൻ ഡി 10. ഇതാണ് നമ്മുടെ 4 ഓപ്ഷൻസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം 56 തന്നിട്ടുണ്ട്, തുകയാണ് നമുക്ക് തന്നിരിക്കുന്നത്. തുകയുടെ ഇക്വേഷൻ എത്രയാ? n ഇൻറ്റു n പ്ലസ് 1 എന്ന് പറയുന്നതാണ് നമുക്ക് തന്നിരിക്കുന്ന 56 അല്ലേ. ഇരട്ട സംഖ്യകളുടെ തുകയാണ് 56 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ n ഇൻറ്റു n പ്ലസ് 1 ഇസ് ഈക്വൽ ടു 56. അപ്പോൾ n എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ 7 ഇട്ട് കൊടുത്ത് നോക്കാം അല്ലേ. 7 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 7 ഇൻറ്റു 7 പ്ലസ് 1 എത്രയാ? 8. 7 8 56. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആൻസർ കിട്ടി. ഒന്നാമത്തെ പ്രോബ്ലം ചെയ്തപ്പോൾ തന്നെ നമുക്ക് കിട്ടി 7. എന്നിന് 7 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 7 ഇൻറ്റു 8 56 കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എന്നിൻ്റെ വാല്യൂ എത്രയാ? 7. 7 ഇൻറ്റു 7 പ്ലസ് 1 8 ഇസ് ഈക്വൽ ടു 56. ശരിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ആൻസർ കിട്ടി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇരട്ട സംഖ്യകളുടെ തുക തന്നിട്ട് n കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ തുകയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n ഇൻറ്റു n പ്ലസ് 1 ഇസ് ഈക്വൽ ടു 56 എന്ന് കൊടുത്തു. അടുത്തടുത്ത് കിടക്കുന്ന ഏതോ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ 56 കിട്ടും. 7 8 56 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് നമ്മൾ ഓപ്ഷനിൽ ഇട്ട് കൊടുത്ത് നോക്കി, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അഞ്ചാമത്തെ ടൈപ്പും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ആറാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. തുടർച്ചയായ 2 ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 132 ആയാൽ വലിയ സംഖ്യ എത്രയാണ്? തുടർച്ചയായ 2 ഇരട്ട സംഖ്യകളുടെ, അതായത് ഇപ്പൊ ആദ്യത്തെ ഇരട്ട സംഖ്യ n ആണെന്ന് വിചാരിച്ചോ. ആദ്യത്തെ ഇരട്ട സംഖ്യ നിങ്ങൾ നോക്കിക്കോ. ആദ്യത്തെ ഇരട്ട സംഖ്യ 2 ആണെങ്കിൽ അടുത്ത ഇരട്ട സംഖ്യ എത്രയാ? 4. 4 എന്ന് പറയുന്നത് എന്താ? 2നോട് 2 കൂട്ടുന്നത് അല്ലേ. ഇനി അടുത്ത ഇരട്ട സംഖ്യ ഏതാ? ഇതാണിപ്പോൾ n എന്ന് പറയുന്നത് 4 വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ 6 എത്രയാണ്? 4ന്റെ കൂടെ 2 കൂട്ടുന്നത് അല്ലേ. അപ്പോൾ ഒരു ഇരട്ട സംഖ്യ നമുക്ക് തന്നിട്ടുണ്ട്. അടുത്ത ഇരട്ട സംഖ്യ എത്രയായിരിക്കും? അതിനോട് 2 കൂട്ടിയാൽ മതി. അപ്പോൾ ആദ്യത്തെ ഇരട്ട സംഖ്യ n ആണെങ്കിൽ രണ്ടാമത്തെ ഇരട്ട സംഖ്യ എത്രയായിരിക്കും? n-നോട് 2 കൂട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തുടർച്ചയായ 2 ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വർഗങ്ങളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് വലിയ സംഖ്യ ആയിരിക്കും, ഇത് ചെറിയ സംഖ്യ ആയിരിക്കും. ഇതിൻ്റെ വർഗങ്ങളുടെ വ്യത്യാസം, അതായത് n പ്ലസ് 2 അതിൻ്റെ സ്ക്വയർ വർഗം, അതിൽ നിന്നും വ്യത്യാസം എന്ന് പറയുമ്പോൾ n-ന്റെ സ്ക്വയർ കുറയ്ക്കുക. ഇതാണല്ലോ പറയുന്നത്. വലിയ സംഖ്യയുടെ സ്ക്വയർ മൈനസ് ചെറിയ സംഖ്യയുടെ സ്ക്വയർ, അതാണ് വർഗങ്ങളുടെ വ്യത്യാസം. ഇത് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 132 ആണെന്ന് തന്നിട്ടുണ്ട്. n പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ മൈനസ് n സ്ക്വയർ സമം 132 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്താൽ മതി? n-ന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇവിടെ എന്താണ് കിടക്കുന്ന ഫോർമാറ്റ്? a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോർമാറ്റ് ആണ്. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നതാണ് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചു വെക്കുക. നമുക്ക് എപ്പോഴും ആവശ്യമായിട്ടുള്ളൊരു ഇക്വേഷൻ ആണ്. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ n പ്ലസ് 2 സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി എഴുതുമ്പോൾ n പ്ലസ് 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയറിൻ്റെ ഫോർമാറ്റിലോട്ട് എഴുതാം. a സ്ക്വയർ അതിൻ്റെ പകരം ഇവിടെ എന്താ? n സ്ക്വയർ പ്ലസ് 2ab എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു ഇത് രണ്ടും കൂടെ ഗുണിക്കുക, അതായത് n ഇൻറ്റു 2 ഇൻറ്റു n ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു n ഇൻറ്റു 2, അതാണ് 2ab. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു 2 എത്ര കിട്ടും? 4. അപ്പോൾ 4 പിന്നെ ഇവിടെ ഒരു n ഉണ്ട് അല്ലേ. അപ്പോൾ 4n എന്ന് കിട്ടി പ്ലസ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? ബി എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. ബാക്കി ഇവിടെ മൈനസ് എന്തുണ്ട്? n സ്ക്വയർ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയുണ്ട്. ഈസ് ഈക്വൽ ടു 132 എന്നാണ് തന്നിട്ടുള്ളത്. ഇനി ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ പ്ലസ് ആണ്, ഇവിടെ ചിഹ്നം ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ ഇത് പ്ലസ് n സ്ക്വയർ ആണ്. അപ്പോൾ പ്ലസ് n സ്ക്വയറും മൈനസ് n സ്ക്വയറും നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. ഇനി ബാക്കി എന്താ ഉള്ളത്? 4n പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഈസ് ഈക്വൽ ടു 132 എന്ന് ബാക്കിയുണ്ട്. അപ്പോൾ 4n പ്ലസ് 4 ഈസ് ഈക്വൽ ടു 132. നമുക്ക് n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ n-ന്റെ ടേം 4n ഇവിടെ നിർത്തുക. ഇവിടെ ഈക്വൽ സൈൻ ഉണ്ട്. 132 ഇവിടെ തന്നെയുണ്ട്. ഇവിടുത്തെ പ്ലസ് 4 സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? ചിഹ്നം മാറും അല്ലേ. മൈനസ് 4 ആയിട്ട് മാറും. അപ്പോൾ 132 മൈനസ് 4 എത്രയാ? 128. അപ്പോൾ 4n എന്ന് പറയുന്നത് 128 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ n-ന്റെ വാല്യൂ എത്രയായിരിക്കും? 4n എന്ന് പറഞ്ഞാൽ 128. n മാത്രം അവിടെ നിർത്തി, 128 ഇവിടെ ഉണ്ട്. ഇവിടെ 4n എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു n ആണ്. അപ്പോൾ ഇൻറ്റു എന്ന് പറയുന്ന സമത്തിൻ്റെ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ ആവും. അപ്പോൾ 128നെ 4 കൊണ്ട് ഹരിക്കുക. നമുക്ക് എത്ര കിട്ടും ആൻസർ എന്ന് പറയുന്നത്? 4ൽ 4 ഒരു പ്രാവശ്യം, 12ൽ 3 പ്രാവശ്യം, 8ൽ 4 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. അപ്പോൾ 32 എന്ന് കിട്ടും. n ഇസ് ഈക്വൽ ടു 32. വെട്ടിച്ചുരുക്കുന്നതിൻ്റെ വീഡിയോ ചെയ്യാമോ എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ n ഇസ് ഈക്വൽ ടു 32 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ,
അപ്പോൾ 32 n. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? വലിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ 32 n. അപ്പൊ അടുത്ത സംഖ്യ എത്രയായിരിക്കും? 32ന്റെ കൂടെ 2 കൂട്ടുന്നതായിരിക്കും. തുടർച്ചയായ ഇരട്ട സംഖ്യകളാണ് അല്ലേ? അപ്പൊ ഇത് n ആണെങ്കിൽ അടുത്തത് n+2 ആണ്. അപ്പൊ ഇത് 32 ആണെങ്കിൽ അടുത്ത സംഖ്യ 34. അപ്പൊ ഇതിലെ വലിയ സംഖ്യ ഏതാ? 34 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ ആണല്ലോ. ഒരു പ്രോബ്ലം കൂടെ ഇതുപോലെ നമുക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പൊ ഒന്നും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. തന്നിരിക്കുന്നത് ഇതാണ്. തുടർച്ചയായ 2 ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 60 ആയാൽ വലിയ സംഖ്യ എത്രയാണ്? അപ്പൊ തുടർച്ചയായ 2 ഇരട്ട സംഖ്യ, നേരത്തെ പോലെ ആദ്യത്തെ ഇരട്ട സംഖ്യ n ആണെങ്കിൽ അടുത്തത് എത്രയായിരിക്കും? അതിന്റെ കൂടെ 2 കൂടുന്നത്, അതായത് n+2 ആയിരിക്കും. അവ തമ്മിലുള്ള വർഗങ്ങളുടെ വ്യത്യാസം തന്നിട്ടുണ്ട്. വർഗങ്ങൾ എന്ന് പറയുമ്പോൾ n+2 അതിന്റെ വർഗം, പിന്നെ n². ഓക്കെ, ഇതിന്റെ വ്യത്യാസമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ n+2² മൈനസ് n², അതാണ് വ്യത്യാസം. അത് എത്രയാന്ന് തന്നിട്ടുണ്ട്? 60 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? a+b² എന്ന് പറയുന്ന ഫോർമാറ്റ് കിട്ടി. a+b² എത്രയാണ്? a² + 2ab + b² എന്നാക്കിയിട്ട് മാറ്റി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ n+2² എന്ന് പറയുന്നതിന് നമുക്ക് ഈ ഫോർമാറ്റിലോട്ട് എഴുതുമ്പോൾ a² അതിന് പകരം n² പ്ലസ് 2ab എന്ന് പറയുന്നതിന് പകരം 2 × n × 2, അതായത് എത്ര? 4n. പിന്നെ പ്ലസ് b² എന്ന് പറയുമ്പോൾ 2² മൈനസ് ഇവിടെ എന്തുണ്ട്? n² ഉണ്ട്. ഇസ് ഈക്വൽ ടു 60 എന്നുള്ളത് അതുപോലെ തന്നെ എഴുതി. ഇനി ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ പ്ലസ് അല്ലേ, ചിഹ്നം ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ പ്ലസ് n² ആണ്. ഇവിടെ മൈനസ് ആണ്. സോ മൈനസും പ്ലസും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി 4n പ്ലസ് 2² എന്ന് പറഞ്ഞാൽ 4 ഇസ് ഈക്വൽ ടു 60 എന്ന് കിട്ടി. ഇനി ഇവിടെ നമുക്ക് n ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ n-ന്റെ ടേമിന് ഇവിടെ നിർത്തി. ഈക്വൽ സൈൻ ഇവിടെയുണ്ട്, 60 ഇവിടെയുണ്ട്. ഇവിടുത്തെ പ്ലസ് 4 അങ്ങോട്ട് പോകുമ്പോൾ -4. അപ്പോൾ 60-ൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? 4 കുറയ്ക്കാം അല്ലേ? അപ്പോൾ 60-ൽ നിന്നും നമുക്ക് 4 കുറയ്ക്കുന്ന സമയത്ത് എത്ര കിട്ടും? നമുക്ക് 56 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 4n എന്ന് പറയുന്നത് 56 ആണ്. അങ്ങനെയാണെങ്കിൽ n കാണാൻ എന്ത് ചെയ്താൽ മതി? 56-നെ ഈ × 4 ഇങ്ങോട്ട് പോകുമ്പോൾ, അതായത് 4 × n ആണ്, അത് ഇങ്ങോട്ട് പോകുമ്പോൾ /4 എന്നായിട്ട് മാറും. അപ്പോൾ n = 56/4. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 4-ൽ 4 ഒരു പ്രാവശ്യം, 5-ലും 4 എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യം പോകും അല്ലേ? ബാക്കി എത്രയുണ്ട്? 1 ശിഷ്ടമുണ്ട്. ആ ശിഷ്ടം 6-ന്റെ തൊട്ട് പുറകെ പോയി കിടക്കും. അപ്പോൾ 16 ആയി. 16-ൽ 4 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. അപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാ? 14. n എന്ന് പറയുന്നത് 14. നമ്മളോട് ചോദിച്ചിരിക്കുന്ന വലിയ സംഖ്യ. അപ്പോൾ ഇത് 14 ആണെങ്കിൽ അടുത്ത സംഖ്യ എത്രയായിരിക്കും? 16 ആയിരിക്കും. അപ്പോൾ വലിയ സംഖ്യ 16. ഓക്കെ, ഇതാണ് ഇത് നോർമലി ചെയ്യുന്ന ഒരു മെത്തേഡ്. ഇനി ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തന്നതുപോലെ ഇങ്ങനെ തുടർച്ചയായ 2 ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് തന്നിരിക്കുന്ന വർഗങ്ങളുടെ വ്യത്യാസം ഉണ്ടല്ലോ, ഇവിടെ തന്നിട്ടുള്ളത് 132. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 കൊണ്ടാണ് ഹരിച്ചത്. ഇവിടെ നമ്മൾ 132-നെ എത്ര കൊണ്ട് ഹരിക്കണം? 4 കൊണ്ടാണ് കേട്ടോ ഹരിക്കേണ്ടത്. എത്ര കൊണ്ടാണ് ഹരിക്കേണ്ടത്? 4 കൊണ്ട് ഹരിക്കണം. അപ്പം 4 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് 4-നെയും 132-നെയും കൂടെ നമുക്ക് വെട്ടിച്ചെറുതാക്കാം. 4-ൽ 4 എത്ര തവണ പോകും? ഒരു തവണ പോകും. 13-ൽ 4 എത്ര തവണ പോകും? 13-ൽ 3 4 12 വരെ പോകും അല്ലേ? അപ്പോൾ 3 തവണ പോകും. 3 4 12. ബാക്കി 13-ൽ എത്ര ശിഷ്ടം? 1 ശിഷ്ടം. ആ ശിഷ്ടം ഈ 2-ന്റെ പുറകിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. 2-ന്റെ കൂടെ കൂട്ടരുത്, പുറകിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 12. ഈ 12-ൽ 4 എത്ര തവണ പോകും? 3 തവണ. 3 4 12. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 33. ഇത് നമ്മുടെ ആൻസർ ആയിട്ടില്ല. ഈ 33 എന്ന് പറയുന്നത് നമ്മുടെ മിഡിലുള്ള ടേം ആണ് കിട്ടുക. ഇതിന് തൊട്ട് പുറകിലുള്ള നമ്പർ ആയിരിക്കും ചെറിയ നമ്പർ. 33-ന്റെ തൊട്ട് പുറകിൽ ആരാ? 32. 33-ന്റെ അപ്പുറത്ത് ആരാ? 34. അപ്പൊ ഇതായിരിക്കും നമുക്ക് വലിയ സംഖ്യ, ഇതായിരിക്കും ചെറിയ സംഖ്യ. നമ്മളിങ്ങനെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? സെന്ററിലുള്ള സംഖ്യ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അതിന് തൊട്ട് മുൻപുള്ളത് ചെറുതും തൊട്ട് ശേഷമുള്ളത് വലിയ സംഖ്യ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തുടർച്ചയായ 2 ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം തന്നിട്ടുണ്ടെങ്കിൽ തന്നിട്ടുള്ള തുകയെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് ഹരിച്ചാൽ മതി. മിഡിൽ ടേം നമുക്ക് കിട്ടും. അതിന്റെ അപ്പുറം ഇപ്പുറമുള്ള സംഖ്യ എടുത്താൽ മതി. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കോ, തുടർച്ചയായ 2 ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 60 ആയാൽ, 60 ആയി കഴിഞ്ഞാൽ സംഖ്യ എത്രയാണ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 60 നമുക്ക് തന്നിട്ടുണ്ട്, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 60-നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 15 എന്ന് നമുക്ക് കിട്ടും അല്ലെ? 15 4 60 ആണ്.
അപ്പോൾ 15 എന്ന് കിട്ടി. 15 എന്ന് പറയുന്നത് എന്താണ്? സെൻറ്ററിൽ വരുന്ന നമ്പറാണ്. ഇതിൻ്റെ തൊട്ട് പുറകിൽ ആരുണ്ട്? 14, അപ്പുറത്ത് 16 ഉണ്ട്. അപ്പോൾ ഇതിലെ 16 വലിയ സംഖ്യ, 14 ചെറിയ സംഖ്യ. ഈ കിട്ടുന്നത് നമ്മുടെ ആൻസർ അല്ല, അത് മിഡിലുള്ള ടേം ആണ്. നമ്മുടെ ആൻസർ വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും നടുക്കുള്ള ആളെയാണ് നമുക്ക് 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുക. അപ്പോൾ തുടർച്ചയായ 2 ഇരട്ട സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള തുകയെ 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് സെൻറ്ററിലുള്ള സംഖ്യ കിട്ടും. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ആളുകളെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്ന ഭാഗത്ത് PSC ചോദിക്കുന്ന ഒരു 6 ടൈപ്പിലുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇത് ഈസി ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ 1-2 പ്രോബ്ലംസ് നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളിനി വരുന്ന ഓരോ ക്ലാസ്സുകൾ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്